ഞാൻ എന്തിന് ഭാരതത്തിൽ ജനിച്ചു, ഞാൻ എവിടെ നിന്ന് വന്നു, ഇതുപോലൊരു ജന്മം കിട്ടിയെങ്കിൽ അത് ഞാൻ എന്നെ അറിയാനും എൻ്റെ പ്രപഞ്ചത്തെ അറിയാനും എൻ്റെ ദർശന വസ്തുക്കളെ അറിയാനും എന്നെപ്പോലെയല്ല വേറൊരാൾ. അവരുടെ ദുരിതങ്ങളും കഷ്ടപ്പാടും പ്രാരാബ്ദവും വേറെയാണ്, വേറൊരാളുടേതാണ്. പക്ഷെ സംഗതി ഇതെല്ലാം വേണമെങ്കിൽ ഞാൻ വേണ്ടേ? ഈ ഞാൻ ധരിച്ചു വച്ചിരിക്കുന്ന ധാരണകൾ, അതിനാണ് തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്. ഞാൻ രക്ഷപ്പെടില്ല. ആരാ? എൻ്റെ മനോഭാവത്തെ ഞാൻ പറഞ്ഞ് പഠിപ്പിച്ചതാണ് രക്ഷപ്പെടില്ല. 4 അറ്റാക്ക് കഴിഞ്ഞിട്ട് ഈ കേരള ഇത് ഈ ശരീരത്തിൽ നിന്നും വിട്ടുപോയിട്ട് തിരിച്ചു വന്നു. അതുകൊണ്ട് പറയുന്നു, നിങ്ങളുടെ ദൈവം, പരിശുദ്ധാത്മാവ്, ക്രിസ്തുദേവൻ ആരാ? നമ്മളെപ്പോലെ ഉടലെടുത്ത് വന്നതാണ്. ആ ക്രിസ്തുവിൻ്റെ പേരിൽ അടുത്തൊരു ക്രിസ്തു ഉണ്ടായില്ല, ക്രിസ്ത്യാനിയെ ഉണ്ടായുള്ളൂ. അവരെന്ത് കൊതിക്കുന്നു? ഭൗതിക വസ്തു കൊതിക്കുന്നു. ക്രിസ്തു എന്തു കൊതിച്ചു? പരമപിതാവിനെ കൊതിച്ചു. അതുപോലെ ഈ കാലഘട്ടത്തിൽ 2026 ഒരു മഹാ തേജസ് മനോജ് ജി സ്വതന്ത്രമായി അദ്ദേഹത്തിൻ്റെ കൂടെ വരുന്നവരെ സ്വതന്ത്രരാക്കാനാണ് അദ്ദേഹം ഈ പണിപ്പെടുന്നത്. നിങ്ങൾ നിരാശയ്ക്ക്, ഭയത്തിന്, അസൂയയ്ക്ക്, കുശുമ്പിന്, ജീവിതം നെഗറ്റീവായിട്ട് ചിന്തിക്കാതിരിക്കാൻ 5 പേരൊത്തുകൂടുമെങ്കിൽ ആ 5 പേരെ പിള്ള മനസ്സുപോലെ ഇങ്ങനെ പാളയം മാർക്കറ്റിൻ്റെ ഇവിടെ ഒരു അടയാളം വച്ചിട്ടുണ്ട്, ക്രിസ്തുദേവൻ്റെ മഹനീയമായ ഒരു അടയാളം. ഇതുപോലെയാണ് മനോജ്. ഞാൻ മനോജ് സനാതനം എന്നാണ് പറയുന്നത്. അതിന് ഞാൻ ഇങ്ങനെ നമ്മൾ കയറി വാ മക്കളെ എന്ന് ഏതോ ഒരു സിനിമ പറയും പോലെ നമ്മൾ ചിന്തിക്കണം. നമുക്ക് ആരും ഒന്നും തരണ്ട, ഒരിട്ട് നല്ല വാക്ക് തരാൻ. ഈ കോടി ജനങ്ങൾ നമ്മുടെ ഭാരതത്തിലുണ്ട്. അവർ ജാതിക്കും മതത്തിനും മതം ഉണ്ടാക്കാനും യുദ്ധം ഉണ്ടാക്കാനും ഒക്കെ പോകുന്നു. ഇവിടെ യുദ്ധമല്ലല്ലോ. മനോജ് എന്ന് പറയുന്ന ഗുരുജിക്ക് ഇവിടെ വന്നിട്ട് ആരെയും അടിയുണ്ടാക്കാൻ പറയുന്നില്ലല്ലോ, ആരെയും കുറ്റപ്പെടുത്തുന്നില്ലല്ലോ. ഒരാളെങ്കിലും അല്പമെങ്കിലും മനസ്സുഖം, ആത്മസുഖം, ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി വേണമെന്നല്ലേ പറയുന്നുള്ളൂ. അപ്പോൾ ക്രിസ്തു ഇതിൽ പ്രവർത്തിക്കുന്നു. ഇത് ക്രിസ്ത്യാനിയിൽ പ്രവർത്തിക്കുന്നില്ല. ഇവിടെ വന്നിട്ട് 10 ഏക്കർ പെരേടം വാങ്ങിച്ചു തരണമെന്ന് നിങ്ങളെന്ന് ദശാംശം വാങ്ങിക്കുന്നുണ്ടോ? പക്ഷെ നിങ്ങൾ അതൊരു കോവിലിലോ ഒരു ചർച്ചിലോ എവിടെയെങ്കിലും പോയാൽ നിങ്ങളെ വളച്ച് നിങ്ങളെ ദശാംശം വാങ്ങിച്ചിട്ട് സാധാരണ ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. നമുക്ക് മൂന്നാമതൊരു കണ്ണുണ്ട്, അതാണ് ജ്ഞാനക്കണ്ണ്. ആ ജ്ഞാനക്കണ്ണൻ ഇരിക്കുന്ന തലയോട്ടിക്കുള്ളിലാണ്. ഇവിടെയാണ് കൈലാസനാഥൻ ഇരിക്കുന്നത്. പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണും. ആ ശിവശംഭു ഈ പടി തുറന്ന് കാണിച്ചു കൊടുക്കണമെങ്കിൽ ആര് വേണമെന്നറിയോ? നന്ദീശ്വരൻ വേണം. ഒരു ഗുരു എന്ന് പറയുന്നില്ലേ, അതാണ് ദൈവത്തിൻ്റെ പ്രതിരൂപമായ, ദൈവത്തെ ആരും കണ്ടിട്ടുണ്ടോ? അരൂപമായ ഒരു ചൈതന്യം. ആ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന വിശ്വനാഥനായ ആ ആത്മാവിൻ്റെ ചൈതന്യത്തിലാണ് ഈ ലോകം ഇങ്ങനെ അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ ഇങ്ങനെ നിലനിൽക്കുന്ന. സൂര്യചന്ദ്രന്മാർ പോലും ഭഗവാനെ പേടിച്ചിട്ട് അതിനെ, ആ സത്യസ്വരൂപനെ സ്വയം അറിഞ്ഞ് ആ സത്യസ്വരൂപൻ്റെ വേല ചെയ്യാനാണ് ആചാര്യന്മാരെ ദൈവം അതാത് കാലഘട്ടത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഞങ്ങളെയൊക്കെ കാലം കഴിഞ്ഞാലും അടുത്തും ഇതേപോലെ സ്വതന്ത്ര ബുദ്ധി ഉള്ള ആൾക്കാർ വരും. അത് 1 2 കാണും. അതുകൊണ്ട് ഈ ശരീരത്തിൻ്റെ നാഥനായിരിക്കുന്ന, ആ ശ്വാസത്തിൻ്റെ നാഥനായിരിക്കുന്ന ഈശ്വര ചൈതന്യം ബ്രഹ്മമാണ്, ശിവമാണ്, പരിശുദ്ധമായ ചൈതന്യമാണ്. അവൻ്റെ സാന്നിധ്യത്തിൽ വിശ്വം നിറഞ്ഞ് പരാശക്തി രൂപേണ ഇങ്ങനെ
പലതായി നമ്മളെ ഇങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്ന പ്രാരാബ്ധം അനുഭവിക്കാനാണ്. എന്നെ സ്നേഹിക്കുന്നവർ എല്ലാവരും എൻ്റെ സഹധർമ്മിണിയെ സ്നേഹിക്കണമെന്നില്ല. എൻ്റെ സഹധർമ്മിണിയെ സ്നേഹിക്കുന്ന ആളുകൾ എൻ്റെ മകളെ സ്നേഹിക്കണമെന്നില്ല. ഇനി ഇതെല്ലാ രൂപത്തിലും വിളയാടുന്ന, പക്ഷെ ഒന്നുള്ളത്, നമ്മൾ അവരവരുടെ ഉടലിൻ്റെ ഉള്ളിയിരിക്കുന്ന ആ സത്തും അവരൻ്റെ സത്തും ഒന്നായിട്ട് കാണാൻ ആത്മാവ് കൊണ്ടേ പറ്റൂ, വേറെ ഒരു കണ്ണുകൊണ്ടും പറ്റില്ല. ഇനി എനിക്ക് ഉറങ്ങാൻ സഹായിക്കുന്ന ഒരു ചൈതന്യമുണ്ട്, ഉണരാൻ സഹായിക്കുന്ന ഒരു ചൈതന്യമുണ്ട്. അതിനെയാണ് ആയുസ്സിൻ്റെ നാഥൻ. എൻ്റെ ആയുസ്സിൻ്റെ നാഥനാകുന്ന അതേ ആയുസ്സിൻ്റെ നാഥനാണ് നിങ്ങളുടെ ആയുസ്സിൻ്റെ. നിങ്ങളുടെ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണ്? സംസ്കാരമാണ്, പരിഷ്കാരമല്ല. ആ സംസ്കാരം എങ്ങനെ സംസ്കരിച്ചെടുക്കണം? ഈ നമ്മുടെ ഹൈന്ദവ വിശ്വാസത്തിൽ പറഞ്ഞ പോലെ കടയണം, പാലാഴി കടയുക. അസുരൻ, എന്നിലിരിക്കുന്ന അസുരനെ ദേവന്മാരെ ഇങ്ങനെ കടഞ്ഞ് ഇതിൽ കുറേ കടഞ്ഞെടുക്കുമ്പോൾ അറിവ്. സരസ്വതി എവിടെ ഇരിക്കണം? മണ്ടക്കാട്ടം അവിടെയോ എവിടെയെങ്കിലും ഇരുന്നാൽ മതിയോ? നമ്മുടെ ജീവിതമാകുന്ന പരീക്ഷ ഹാളിൽ നേരെ ഒരു വർത്തമാനം പറയാൻ അറിഞ്ഞുകൂടാത്ത ഒരു തലത്തിൽ നിന്ന് ഒരു നോട്ടീസ് ഒരു 5 പേരോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ കൈ വിറയ്ക്കുന്ന ഒരവസ്ഥയിൽ തുടങ്ങിയതാണ്. ഇന്ന് ഞാൻ പറയുന്നു, നിങ്ങളിൽ നിങ്ങളായിരിക്കുന്ന, എന്നിൽ ഞാനായിരിക്കുന്ന എനിക്ക് പരിമിതി, പ്രാരാബ്ധമുണ്ട്. പറഞ്ഞല്ലേ നമ്മൾ ഇത് പറയാൻ പഠിക്കൂ. എണീറ്റല്ലേ വീണല്ലേ നമ്മൾ എണീക്കാൻ പഠിക്കൂ എന്ന് പറഞ്ഞതുപോലെ എന്നിൽ ഈ മലയാള അക്ഷരമായിട്ട് വിളങ്ങുന്നത് അവരെന്നെ നോവിക്കാനല്ല. പക്ഷേ ഇന്ന് MA പഠിച്ചിട്ട് ആരോടും ഉഷ്ണവാക്ക് ഉച്ചരിക്കാനേ ഇന്നത്തെ കുട്ടികളെ പ്രാപ്തമാക്കിയിട്ടുള്ളൂ. അല്ലെങ്കിൽ അവർ സ്വയം വാക്കുകൾ ഉപയോഗിക്കുന്നത്. അക്ഷരങ്ങൾ അംബികയാണ്, ദൈവമാണ്. നമ്മുടെ നോട്ടം പോലും ദൈവമാണ്. ദൈവീകമായും മൈനസായും കാണാം എന്ന് പറഞ്ഞില്ല. നമുക്ക് വേണമെങ്കിൽ എല്ലാവരെയും ഉൾക്കൊള്ളാം, വേണ്ടെങ്കിൽ എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ടിരിക്കാം. പക്ഷെ ഒന്ന് ഞാൻ പറയുന്നു, ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമുക്കൊരു ഡോക്ടറെ ആവശ്യം വരാം, ഒരു ഡ്രൈവറെ ആവശ്യം വരാം. നമ്മൾ ആപത്തുള്ള സമയത്ത് ഒരു നമസ്കാരം. ഇതിൻ്റെ രഹസ്യം അറിയോ? എന്നിൽ തന്നെ ഈള പിങ്കള സുഷുമ്ന നാഡി ഉണ്ടെന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഉണ്ട് നട്ടല്. അതിനകത്ത് 3 ഊർജ്ജം ഇരിപ്പുണ്ട്. ചന്ദ്രനാഡിയും സൂര്യനാഡിയും സുഷുമ്ന നാഡിയും. ഈ 3 നാഡിയും വന്ന് സന്ധിക്കുന്ന നമ്മുടെ ഉള്ളം, അവിടെ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് ഒരു വാച്ചിനൊരു നിങ്ങൾ ഏത് പേരിലോ എന്തെങ്കിലും ഒരു ബിന്ദുവിന് നിങ്ങൾ കേന്ദ്രീകരിക്കുക. അതും പുറത്തല്ല കേന്ദ്രീകരിക്കുക, അകത്ത്. ഒന്നും അല്ലെങ്കിൽ ഒരു പ്രകാശമാവാം, അല്ലെങ്കിൽ ഒരു തുടക്കത്തിൽ ഒരു കുരിശാവാം, എന്തും ആവാം. പക്ഷേ ഈ ഏകാഗ്രത എന്ന് പറയുന്ന ആ ബിന്ദുവിൽ ഉറപ്പിച്ചുകൊണ്ട് നിങ്ങൾ എന്തോ ചെയ്തോ, ഇവിടെ എൻ്റെ ഭഗവാൻ, എൻ്റെ കേന്ദ്ര ബിന്ദു ഇവിടെ ഉണ്ട്, എൻ്റെ നാഥൻ, ആത്മനാഥൻ, ജീവനാഥൻ ഇവിടെ ഉണ്ട്, ഞാനും ആ പരമാത്മാവുമായി നിരന്തര ബന്ധമുണ്ടെന്ന് ഇവിടെ ഉറപ്പിച്ചുകൊണ്ട് ഈ 12 അക്കങ്ങളിൽ ഇങ്ങനെ കറങ്ങി എത്ര കറക്കം കറങ്ങിയാലും ഇവിടെ നിന്ന് പിടിവിടരുത്. മനസ്സിൻ്റെ ഒരു ഏകാഗ്രതയെന്ന് പറയും. ആ ഏകമായ പൊരുളിൽ നമ്മൾ ഉറപ്പിച്ചു ഊന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് എന്തെങ്കിലും മുളയ്ക്കും. കാരണം കാട്ടാളൻ വാൽമീകിയായത് നാമജപത്തിലാണ്. വിവേകാനന്ദൻ നരേന്ദ്രൻ എന്ന് പറയുന്ന ദൈവമില്ല എന്ന് പറയുന്ന അവസ്ഥയെന്നാണ്. നിങ്ങളിൽ നിങ്ങളായിരിക്കുന്ന ഒരു ചൈതന്യമുണ്ട്. ഉടല് ഉണ്ടപ്പക്രുവിൻ്റെ രൂപത്തിലിരിക്കാം, പല രൂപത്തിലിരിക്കാം. പക്ഷെ നിങ്ങളുടെ ഉള്ളിലല്ലേ ആനന്ദം, സച്ചിദാനന്ദം എന്ന് പറയുന്നത് ഉള്ളത്. അവിടെയല്ലേ നീറ്റലും പുകച്ചിലും ഉള്ളൂ.
ഈ പാനപാത്രം എനിക്ക് തന്നെങ്കിൽ ഈ പാത്രത്തിനകത്തിരിക്കുന്നതല്ലേ ഈ ജീവിതം. നിരാശയിരിക്കുന്നത് ഇതിനകത്തല്ലേ? ഭയം, അസുരനാവണ, ദൈവികമാകുന്ന, മനുഷ്യത്വം തെളിയുന്ന. അപ്പോൾ തത്വമസി, ഒരു തല ഒരാൾ പുഞ്ചിരിക്കുന്നുവെങ്കിൽ അതിൽ ദൈവം പ്രവർത്തിക്കുന്നു. ഒരാൾ വഴി പറഞ്ഞു തരുമെന്നുവെങ്കിൽ അതിൽ ദൈവീകത പ്രവർത്തിക്കുന്നു. കണ്ടിട്ട് നമ്മളിൽ നിന്ന് അകന്ന് മറഞ്ഞു നിൽക്കുന്നുവെങ്കിൽ അവരുടെ മാനസികാവസ്ഥ പക്വതയല്ല, അവിടെ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊള്ളണം. ആറ്റം ബോംബാണ് ഏറ്റവും വലിയ അപകടകാരി, മൃഗങ്ങളല്ല. മൃഗത്വം അടിഞ്ഞുകൂടി ശക്തിയും ചൈതന്യവും ദുർവിയോഗം ചെയ്യുന്ന, ആരെ കിട്ടിയാലും വെട്ടാനും കുത്താനും അനാവശ്യ അവസ്ഥയിലേക്ക് പ്രേരിപ്പിക്കുന്ന ആളിരിക്കുന്ന അകത്താണ്. ശരീരം വെറും ഉപകരണം. ഈ കൈ വെട്ടിമാറ്റിയാലും ഞാൻ ജീവിക്കും. അപ്പോൾ ഇത് എൻ്റേതാണ്. എൻ്റേത് തന്നിരിക്കുന്നത് എന്നെ അറിയാനാണ്.